എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 200 കിലോമീറ്റർ വരെ റേഞ്ചുള്ള 36 മിനിറ്റിൽ ചാർജ് ചെയ്യുവാൻ സാധിക്കുന്ന ഇലക്ട്രിക് ബൈക്കുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണി അതിന്റെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളോടൊപ്പം തന്നെ രാജ്യത്തെ മുൻനിര നിർമ്മാതാക്കളും വൈദ്യുത വാഹന വിപ്ലവത്തിൽ അണിചേർന്നപ്പോൾ നല്ല കിടിലം ഇവികളാണ് രാജ്യത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരുവാൻ തയ്യാറായി പുത്തൻ ബ്രാൻഡുകളും എത്തുന്നുണ്ട്. അത്തരത്തിലൊരു കമ്പനിയാണ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള റാപ്റ്റി HEV. ഇലക്ട്രിക് കാറുകളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഉയർന്ന വോൾട്ടേജ് ആർക്കിടെക്ചർ ഇരുചക്ര വാഹന മേഖലയിൽ അവതരിപ്പിച്ചാണ് ഇവർ വരവറിയിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള T30 EVയുടെ ഡെലിവറിയും ആരംഭിച്ചിരിക്കുകയാണ്. റാപ്റ്റി ഇപ്പോൾ 7 വർഷത്തെ ഗവേഷണത്തിനും സാധൂകരണത്തിനും ശേഷമാണ് ഇവികൾക്കായിട്ടുള്ള വിതരണം ആരംഭിക്കുന്നതെന്ന് ബ്രാൻഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പൊതു ചാർജിംഗ് നെറ്റ്വർക്കുമായിട്ട് പൊരുത്തപ്പെടുന്ന ഈ ഒരു ബൈക്ക് ഹൈ സ്പീഡ് ഹോം ചാർജിംഗ് ശേഷിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈയാണ് കമ്പനിയുടെ ആദ്യത്തെ പ്രവർത്തന വിപണി. ഡെലിവറികളും സർവീസ് അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ നഗരത്തിൽ സജീവമായിട്ടുണ്ട്. 2026 ഏപ്രിലിൽ ഒരു പ്രത്യേക ഷോറൂം അംഗീകൃത സർവീസ് സെന്ററുമായി ബാംഗ്ലൂരിലേക്ക് വിൽപ്പന വിപുലീകരിക്കുന്നതാണ്. പിന്നീടുള്ള ഘട്ടത്തിലായിരിക്കും കേരളം പോലുള്ള വിപണികളിലേക്ക് റാപ്റ്റിയുടെ ഈ ഒരു മോട്ടോർ സൈക്കിൾ എത്തുന്നത്. വർഷ അവസാനത്തോടു കൂടി തന്നെ പ്രധാന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ റാപ്റ്റി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം T30 ഇലക്ട്രിക് ബൈക്കിന് 8000-ലധികം ബുക്കിംഗുകൾ ലഭിച്ചതായിട്ട് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. വില കൂടുതലാണെന്ന് തോന്നുമെങ്കിലും 8 വർഷത്തെ ബാറ്ററി വാറന്റിയും 3 വർഷത്തെ വെഹിക്കിൾ വാറന്റിയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് പാക്കേജിൽ ഒരു സമർപ്പിത സേവന സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട്, അതോടൊപ്പം തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് പിന്തുണ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഇലക്ട്രിക് കാറുകളുടെ ഫാസ്റ്റ് ചാർജിംഗ് മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുവാൻ ഹൈ വോൾട്ടേജ് സാങ്കേതിക വിദ്യ റാപ്റ്റി ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെ സഹായിക്കുന്നതാണ്. അതിനാൽ തന്നെ ഉടമകൾക്ക് പബ്ലിക് ചാർജിംഗ് എല്ലാം ഉപയോഗിക്കുവാൻ കൂടുതൽ എളുപ്പത്തിൽ സഹായിക്കുന്നതാണ്. CCS2 കണക്ടറുകൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതിനാൽ ഇലക്ട്രിക് കാർ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റാപ്റ്റി T30 EVയിൽ നമുക്ക് ചാർജ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് വെറും 36 മിനിറ്റിനുള്ളിൽ മോട്ടോർ സൈക്കിളുകൾക്ക് 20 മുതൽ 80% വരെ ചാർജ് ചെയ്യുവാൻ സാധിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം വീട്ടിലെ ഓൺബോർഡ് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യുവാൻ 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവയിൽ 5.4 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗിൾ ചാർജിൽ റാപ്റ്റിയുടെ ഇലക്ട്രിക് ബൈക്കിന് 200 കിലോമീറ്റർ വരെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നതാണ്. പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ ഇതിന് 29.5 bhp കരുത്തിൽ പരമാവധി 70 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്ന സിംഗിൾ മോട്ടോറാണ് ജോഡിയാക്കിയിരിക്കുന്നത്. IP67 റേറ്റ് ചെയ്ത ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റ്, അതോടൊപ്പം തന്നെ LED DRLകൾ, LED ടെയിൽ ലൈറ്റുകൾ, രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്ക് എന്നിവയെല്ലാം തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ പ്രധാന ഫീച്ചറുകളാണ്. ഓട്ടോമാറ്റിക് ഗ്രേഡ് ലിനക്സ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടു കൂടിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇതിന് ലഭിക്കുന്നുണ്ട്. വെറും 3.5 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുവാൻ സാധിക്കുന്നതിനാൽ പെട്രോൾ ബൈക്കുകൾ റാപ്റ്റി T30 EVയുടെ വരവിനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.